എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ബീഫ് നമ്മൾ വേവിച്ച് മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചേക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പം 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നമ്മൾ ഉടച്ച് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഉള്ളി 2 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ സവാള അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കണം. ഇത് ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ നിറമാവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞതെടുത്ത് അതിനകത്തോട്ട് ഇടണം. പച്ചമുളക് അരിഞ്ഞത് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒന്നുകൂടെ ഒന്ന് എടുക്കണം. ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് വഴറ്റണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഉടച്ചത് നമ്മൾ അതിനകത്തോട്ട് ഇടണം. ഇനി ഈ ഇറച്ചി പൊടിച്ച് വെച്ചേക്കുന്നതൂടെ അതിനകത്തോട്ട് ഇടണം. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കണം. ചേർക്കാൻ വെച്ചേക്കുന്നത് ബീഫ് മസാലപ്പൊടി 1 സ്പൂണ്, ഗരം മസാലപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. ഇതിപ്പം തീ കുറച്ച് വെച്ചിട്ട് ഈ പൊടികളെല്ലാം അതിനകത്തോട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു ശകലം വിനാഗിരി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ആറാനായിട്ട് മാറ്റി വെക്കണം. ഇതുപോലെ ഉരുളകളാക്കി എടുത്തേച്ച് കയ്യിൽ വെച്ച് നമ്മൾ ഷേപ്പാക്കി എടുക്കണം. ഇതെല്ലാം ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഓരോന്നും എടുത്തേച്ച് മുട്ടയ്ക്കകത്ത് ഇതുപോലെ മുക്കി റസ്ക് പൊടിക്കകത്ത് മുക്കി. ഇനിയിപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. ആ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഇടണം.